Press start. Last class discuss file related program. Then one program we discuss. Write down the question. Write a C++ program. Write a C++ program to create a file s6csc.txt. Write your name, ID, and marks of three subjects. And its average into that file. Then read the content of that file and display it. Write a C++ program to create a file s6csc.txt. Write your name, ID, and marks of three subjects and its average into that file. Then read the content of that file and display it. So, എന്തായിരിക്കും logic ഇവിടെ? First logic വരണേ. First എന്ത് വേണം? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് സെയിം ടൈപ്പ് പ്രോഗ്രാം തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഓഫ് സ്ട്രീം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ഈ സ്ട്രീം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, ദെൻ ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. ദെൻ റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ എവിടെ നിന്ന് റീഡ് ചെയ്യണം? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ദെൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്താ? റൈറ്റ് ചെയ്ത ഡാറ്റ റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാം. First create the offstream class object, offstream fout. നിങ്ങൾക്ക് ഏത് നെയിം ഇവിടെ കൊടുക്കാം. Then ifstream fin. Okay, the next name, ID, marks of three subjects. ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ട വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. int ID, then char name, then marks അല്ലേ, 3 മാർക്സ് റീഡ് ചെയ്യണം. അതിന് വേണ്ടി ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഫ്ലോട്ട് m1, ഫ്ലോട്ട് m2, ഫ്ലോട്ട് m3. നിങ്ങൾക്ക് വേണമെങ്കിൽ അറേ യൂസ് ചെയ്യാം. ദെൻ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു വേരിയബിളോട് ഡിക്ലെയർ ചെയ്യുക, ഫ്ലോട്ട് ആവറേജ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? ഫയലിനെ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് fout dot open s6csc.txt. ഫയലിനെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഓരോ വാല്യൂ നിങ്ങൾക്ക് റീഡ് ചെയ്യണം അല്ലെ, കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ഇങ്ങനെ റീഡ് ചെയ്യാം. scene id, scene name, scene. ഞാൻ ഒരേ സ്റ്റേറ്റ്മെന്റ് എഴുതാണ്. m1, m2, m3.
ഓക്കെ, ഇനി എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ആവറേജ് ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ആവറേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് ഈക്വൽ ടു M1 പ്ലസ് M2 പ്ലസ് M3 ഡിവൈഡ് ബൈ 3. ആവറേജും കാൽക്കുലേറ്റ് ചെയ്തു. ഈ കണ്ടന്റ് മൊത്തം എവിടത്തേക്ക് റൈറ്റ് ചെയ്യണം? ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്? ഒന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യണം. എങ്ങനെയായിരുന്നു? ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്? ഇൻസേർഷൻ. ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ഓഫ് സ്ട്രീം ക്ലാസിന്റെ ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് ലെസ് ദാൻ ID ലെസ് ദാൻ നെയിം മാർക്സ് ആവറേജ്. fout ID name average. ഓക്കെ, then ഇവിടെ ക്ലോസ് ചെയ്യാണ് ഒബ്ജക്റ്റ് fout ഡോട്ട് ക്ലോസ്. നെക്സ്റ്റ് റീഡ് ചെയ്യണം അല്ലെ? കണ്ടന്റ് റീഡ് ചെയ്യണം. അപ്പൊ എന്താ? ഒന്നും കൂടി ഫയൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടത് യൂസിങ് ഒബ്ജക്റ്റ് ഓഫ് ഈ സ്ട്രീം ക്ലാസ്. fin ഡോട്ട് ഓപ്പൺ s6csc ഡോട്ട് txt ഓപ്പൺ ചെയ്തു. ഇനി എങ്ങനെ റീഡ് ചെയ്യുന്നത് ഫയലിൽ നിന്ന് കണ്ടന്റ്? സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്രേറ്റർ ദാൻ. ഓക്കെ, fin greater than ID greater than name greater than first mark, second mark, third mark, then average. റീഡ് ചെയ്തു. അപ്പൊ ഐഡിയിൽ ID നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്സ് ഉണ്ട്. നെക്സ്റ്റ് അത് നിങ്ങൾക്ക് എന്താണ്? ഡിസ്പ്ലേ ചെയ്യണം അല്ലെ? ടെർമിനൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ cout ID name average. Okay, then ഈ ഒബ്ജക്റ്റിനോട് ക്ലോസ് ചെയ്യാം. fin ഡോട്ട് ക്ലോസ്. റിട്ടേൺ 0. ഓക്കെ ആണോ പ്രോഗ്രാം? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പെട്ടെന്ന് പ്രോഗ്രാം ഒന്ന് നോട്ട് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നമ്മൾ 4th മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ ഈ സെഷൻ മുതൽ നിങ്ങൾ സിലബസിൽ പറയുന്നത് പ്രോഗ്രാം ഇസ് നോട്ട് മാൻഡറ്ററി എന്നാണ്. എക്സാമിന് പ്രോഗ്രാം ചോദിക്കില്ല, കൺസെപ്റ്റ് മാത്രമേ ചോദിക്കൂ.
ഓക്കെ, ബട്ട് ഓരോ കൺസെപ്റ്റ് പറയുമ്പോഴും ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം എക്സാമ്പിൾ ആയിട്ട് പറയാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാവും. അപ്പൊ നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കുക, then അതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാമും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ C++ന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു C++ന്റെ ഡെഫിനിഷൻ? C++ ഈസ് എ ഹൈ ലെവൽ ജനറൽ പർപ്പസ് കമ്പൈലർ ബേസ്ഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓരോ ടേമും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ഈ ഒരു ടേം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഇവിടെ മുതൽ എന്താ പഠിക്കുന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണ്, അതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് പഠിക്കുന്നത്. അതിനു മുന്നേ മെയിൻലി നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 2 ടൈപ്പ് ഉണ്ട്. പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ്. ഓക്കെ, പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജിന് ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് കൂടി പറയും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ്. ഓക്കെ, സോ ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജിന് ഒരു എക്സാമ്പിൾ ആണ് സി. ഓക്കെ, സോ ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ് എന്താന്ന് പറയാം. ആ നെയിമിൽ തന്നെയുണ്ട് ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ്. അതായത് നിങ്ങൾ എൻ്റയർ പ്രോഗ്രാമിനെ സ്മോൾ പാർട്ടായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിനെ പറയും സബ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ് റൂട്ടീൻ. ജസ്റ്റ് നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, സബ് റൂട്ടീൻ ഓർ ഫങ്ഷൻ. ഓക്കെ, എൻ്റയർ പ്രോഗ്രാമിനെ സ്മോൾ ഫങ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ എൻ്റയർ പ്രോഗ്രാമിനെ ഫങ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സേ ഇതൊരു സി പ്രോഗ്രാമാണ്. ഹൺഡ്രഡ്സ് ഓഫ് കോഡ്സ് ഉണ്ട് ഇവിടെ. സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ ഒരു എറർ വന്നു. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെന്റിന് നമ്പർ ഇല്ല. നമുക്ക് എന്താ ഈ എറർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ഇവിടെ ഡിഫിക്കൽട്ട് ആയിരിക്കില്ലേ? ഓക്കെ, ദെൻ ഈ പ്രോഗ്രാമിന്റെ ലെങ്ത് കൂടുന്നേരം നമുക്ക് ആ പ്രോഗ്രാമിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഈസി ടാസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ടാസ്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രോഗ്രാമിനെ സ്മോൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 20 കോഡ് ഇവിടെ, 20 കോഡ്സ് ഇവിടെ, അഗെയിൻ 20 കോഡ്സ് ഇവിടെ. ഇതിനെന്ത് പറയും? ഫങ്ഷൻസ് എന്ന് പറയും. ഇതൊരു ഫങ്ഷൻ, ഇത് വേറൊരു ഫങ്ഷൻ, ഇതൊരു വേറൊരു ഫങ്ഷൻ. സോ ഈ കേസിൽ എന്താ? സപ്പോസ് എറർ ഇവിടെയാണ് വന്നത്, ഈ ഒരു പെർട്ടിക്കുലർ കോഡിലാണ് എറർ വന്നത്. ഈ ഒരു ഫങ്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈസിലി ആയിട്ട് എന്താണ് എറർ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓരോ ഫങ്ഷൻ എന്താണ്? ഇവിടെ മെമ്മറി കുറവായിരിക്കും അല്ലെ? 20 ലൈൻ കോഡ് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി. അടുത്ത 20 ലൈൻ കോഡ് അടുത്ത കണ്ടിന്യൂസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും? പെർഫോമൻസും ഹൈ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ ഒരു പ്രോഗ്രാം തന്നെ നോക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും ഓരോ ഫങ്ഷൻ എന്താണെന്ന്. ഓക്കെ, അപ്പൊ ആക്സസ് ചെയ്യാൻ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് എന്ത് ഫങ്ഷൻ ഓറിയന്റഡ് ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ബട്ട് ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്.
ഇത് എൻ്റെ പ്രോഗ്രാമാണ്, മെയിൻ പ്രോഗ്രാം. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ സമ്മിന്റെ കോഡ് ഉണ്ടാവും. ദെൻ ഹിയർ പ്രൊഡക്റ്റിന്റെ കോഡ്, ദെൻ ഡിവിഷന്റെ കോഡ്. ഓക്കെ, ഇതൊരു പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. അതായത് എൻ്റർ പ്രോഗ്രാമിനെ സ്മോൾ ഫംഗ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ, സപ്പോസ് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ABC മെയിനിന് ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്യാണ്. ഈ വേരിയബിൾ എന്ത് പറയും? ഗ്ലോബൽ വേരിയബിൾ അല്ലെ? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, ഒരു വേരിയബിൾ മെയിനിന്റെ ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്താൽ ആ വേരിയബിൾ എന്താണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. റൈറ്റ്? സോ ഈ ABC എന്ന് പറഞ്ഞ വേരിയബിൾ ആർക്ക് ആക്സസ് ചെയ്യാം? ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം, ദെൻ പ്രൊഡക്റ്റിനെ ആക്സസ് ചെയ്യാം, ഡിവിഷനെ ആക്സസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു 3 വേരിയബിളും 3 ഫംഗ്ഷൻ ആണുള്ളത്. നമുക്ക് ഈസി പറയാം, ഈസിലായിട്ട് പറയാം എന്ത്, പെർട്ടിക്കുലർ വേരിയബിൾ ഏത് ഫംഗ്ഷൻ ആക്സസ് ചെയ്തെന്ന് പറയാം. ബട്ട് തൗസൻഡ്സ് ഓഫ് ഗ്ലോബൽ വേരിയബിളും തൗസൻഡ്സ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ വിച്ച് വേരിയബിൾ ഈസ് ആക്സസ്ഡ് ബൈ വിച്ച് ഫംഗ്ഷൻ? പറയാൻ പറ്റുമോ? അതായത് വേരിയബിൾസും ഫംഗ്ഷനും ഒരു തൗസൻഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് പറയാൻ പറ്റും പെട്ടെന്ന് ഏത് വേരിയബിൾ ആണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്തെന്ന്? ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? ഇല്ല, പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇവിടെ എന്താ, ഈ വേരിയബിൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡാറ്റക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇവിടെ ചിന്തിച്ച് നോക്കിയേ, ഡാറ്റക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും എല്ലാ വേരിയബിളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണെന്ത്, പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അവർ ഡാറ്റ ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ്. ഓക്കെ ആണോ? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ABC ഈ വേരിയബിൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. സപ്പോസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, A ആക്സസ് ചെയ്യാണ് വേരിയബിൾ. ഇതിന്റെ വാല്യൂ 20 ആയിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആരെ ആക്സസ് ചെയ്യുന്നു? ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്തിട്ട് എന്റെ വാല്യൂ എന്താക്കി? 30 ആക്കി. ദെൻ ഈ ഫംഗ്ഷൻ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റോങ് ആൻസർ അല്ലേ കിട്ടുക? 30 അല്ലേ കിട്ടുക? ആക്ച്വൽ വാല്യൂ എന്തായിരുന്നു? 20 ആണ്. അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഡാറ്റയ്ക്ക് എന്തുകൊണ്ടാ പ്രൊട്ടക്ഷൻ ഇല്ലാതെന്ന്? ഓക്കെ, സോ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൺസെപ്റ്റ് കൊണ്ടുവന്നത്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, സോ ആ നെയിമിൽ തന്നെ ഉണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇവിടെ എന്താണ്, എൻ്റെ പ്രോഗ്രാമിനെ ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എൻ്റെ പ്രോഗ്രാമിനെ ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും.
സോ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഡാറ്റയ്ക്ക് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഇതിന് കുറച്ച് ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ നെയിമിൽ തന്നെ ഉണ്ട് എന്താ, ദ പ്രോഗ്രാമിംഗ് യൂസസ് ഒബ്ജക്ട്സ്. ആക്ച്വലി ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ റിയൽ വേൾഡ് കൺസെപ്റ്റിനെ പ്രോഗ്രാമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് എന്ത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. മെയിൻ ആയിട്ട് രണ്ട് മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, ഈ പ്രോഗ്രാമിൽ everything will be implemented with the help of objects. Then key concept of object oriented programming അല്ലെങ്കിൽ features of object oriented programming very very important. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് കീസ് നോക്കാം. ഓരോ കൺസെപ്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒബ്ജക്ട്സ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, data abstraction, encapsulation, inheritance, polymorphism, dynamic binding, and message passing. Okay, just concept മാത്രം ഓർത്തിരിക്കുക and object and class ന്റെ ഒക്കെ ഒരു പ്രോഗ്രാം ഓർത്തിരിക്കുക. First one, objects. Okay. ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ റിയൽ വേൾഡ് എൻറ്റിറ്റീസ്. നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാം എന്താണ്, ഒബ്ജക്ട്സ് ആണ്. ആൻഡ് ദാറ്റ് ഹാസ് ദെയർ ഓൺ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, ഇറ്റ് ഹാസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അത് ഫിസിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിൾ ആണ് പേഴ്സൺ, ബാങ്ക്, കമ്പനി, കസ്റ്റമർ, സ്റ്റുഡൻറ്. എല്ലാം എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻ ഒരു ഒബ്ജക്റ്റ് ആണ്, ബുക്ക് ഒരു ഒബ്ജക്റ്റ് ആണ്, ഫോൺ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ദെൻ എല്ലാ ഒബ്ജക്റ്റിനും എന്താണ്, രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ, ആട്രിബ്യൂട്ട്സ്, ഓൾസോ നോൺ ആസ് ഫീച്ചേഴ്സ് ഓർ വേരിയബിൾ. ഓക്കെ, ഇറ്റ് റെപ്രസെന്റ് ദ ഡാറ്റ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ഡാറ്റ എന്ത് പറയും, ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, പെൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. പെൻ ഈസ് എൻ ഒബ്ജക്റ്റ്. സോ അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാവാം, പെന്നിന്റെ കളർ. ഓക്കെ, ദെൻ സൈസ്, പ്രൈസ്. ഇതൊക്കെ എന്താണ്, ആ ഒബ്ജക്റ്റിന്റെ ഡാറ്റയാണ്. ഇതിനൊക്കെ എന്ത് പറയും, ആട്രിബ്യൂട്ട്സ് ഓർ വേരിയബിൾ ഓഫ് ദാറ്റ് പെൻ. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റി ഓർ മെത്തേഡ്, ഫങ്ഷൻ ഓർ ബിഹേവിയർ. ഇറ്റ് റെപ്രസെന്റ് ദ ഫങ്ഷണാലിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. ഇപ്പൊ പെന്നിന് എന്തൊക്കെയായിരിക്കും ഫങ്ഷണാലിറ്റി, എന്തൊക്കെയായിരിക്കും പെന്നിന്റെ ഫങ്ഷൻ? നോർമൽ ഒരു പെന്നിന്റെ ഫങ്ഷൻ എന്തൊക്കെയാ, ടു റൈറ്റ്, ദെൻ റൈറ്റിംഗ്, ഡ്രോയിങ്. ഓക്കെ, റൈറ്റിംഗ്, ഡ്രോയിങ്. ഓക്കെ ആണോ? പെൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കളർ, സൈസ്, പ്രൈസ്. അതിന്റെ ഫങ്ഷനാലിറ്റി എന്താണ്, റൈറ്റിംഗ് ആൻഡ് ഡ്രോയിങ്. ഇതൊരു റിയൽ വേൾഡ് അല്ലെ, റിയൽ വേൾഡ് ആണ്. ഇതിനെ ഞാൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് ഇവിടെ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അതിന്റെ ആട്രിബ്യൂട്ട്സും ഫങ്ഷനാലിറ്റി എന്തൊക്കെയായിരിക്കാം? സ്റ്റുഡന്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. എന്തൊക്കെയായിരിക്കാം അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞേ. എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടാവും? സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെ, നെയിം, ദെൻ ഏജ്, then
കളർ, ഹൈറ്റ്, ഹെയർ കളർ, ഇതൊക്കെ പറഞ്ഞൂടെ? ഇതൊക്കെ എന്താണ്? സ്റ്റുഡന്റിന്റെ ആട്രിബ്യൂട്ട് ആണ്. ദെൻ ഫങ്ഷണാലിറ്റി എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും ഫങ്ഷണാലിറ്റി? ഒരു പേഴ്സന്റെ ഫങ്ഷണാലിറ്റി എന്തൊക്കെയായിരിക്കാം? സ്റ്റുഡന്റ് കേസ് ആണെങ്കിൽ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ഫങ്ഷണാലിറ്റി ആണ്. റീഡിങ്, റൈറ്റിംഗ്, ഇതൊക്കെ ഒരു ഫങ്ഷൻ അല്ലേ സ്റ്റുഡന്റ് കേസിൽ? ഓക്കെ. ദെൻ വേറൊരു എക്സാമ്പിൾ, മൊബൈൽ ഇസ് എൻ ഒബ്ജക്റ്റ്. അതിന്റെ ആട്രിബ്യൂട്ട്സും ഫങ്ഷണാലിറ്റി ഒന്ന് പറഞ്ഞേ. സൈസ്, മൊബൈലിന്റെ സൈസ്, കമ്പനി, ദെൻ റേറ്റ്, കളർ, മെമ്മറി സ്പേസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി എന്താ മൊബൈലിന്റെ ഫങ്ഷണാലിറ്റി എന്തൊക്കെയാ? കോളിംഗ്, ഗെയിമിംഗ്, ക്യാമറ. കൺസെപ്റ്റ് ഓക്കെ ആണോ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെ ആണ് ഇപ്പൊ എല്ലാവർക്കും? ഞാൻ പ്രോഗ്രാമിംഗ് സൈഡ് പോകുന്നില്ല, ഞാൻ പറയും. ഫുൾ കീ കൺസെപ്റ്റ് പറഞ്ഞ ശേഷമാണ് പ്രോഗ്രാമിംഗ് സൈഡ് പോകുന്നത്. നെക്സ്റ്റ് വൺ, ക്ലാസ്. Class is a blueprint or template for creating objects. അതായത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് ആണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിലെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഒക്കെ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? ക്ലാസ് എന്ന് പറയും. ക്ലാസ് ഈസ് എ ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും സിവിൽ സ്റ്റുഡൻസ് ആണ്. ആഫ്റ്റർ ബിടെക് എല്ലാവരും സിവിൽ എഞ്ചിനീയർ ആകാൻ പോകുന്നവരാണ്. അപ്പൊ നിങ്ങളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക? പ്ലാൻ ഉണ്ടാക്കും അല്ലെ? ആ ഒരു പ്ലാൻ ആണ് എന്ത്? ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ദെൻ ആ പ്ലാനിന്റെ ബേസിൽ എന്താ? നിങ്ങൾ നമ്പർ ഓഫ് ബിൽഡിങ്സ് ഉണ്ടാക്കും. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ സെയിം പ്ലാൻ വെച്ചിട്ട് എന്താണ്? കുറെ ഫ്ലാറ്റ്സ് ഉണ്ടാക്കും, റൈറ്റ്? അതാണ് ഇവിടെ ക്ലാസ് എന്ന് പറയാം. ക്ലാസ് എന്ന് വെച്ചാൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് എന്ത്? ക്ലാസ് എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് എന്താ പറയുക? ഒബ്ജക്റ്റ് ഈസ് എ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്താൽ നമുക്ക് എന്താണ്? നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന നമ്പർ ഓഫ് ഒബ്ജക്ട്സ് എന്താ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? ആ പ്ലാൻ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഫ്ലാറ്റ്സ്, ഒരു ഫ്ലാറ്റിന്റെ പ്ലാൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഫ്ലാറ്റ്സ് നിങ്ങൾക്ക് എന്താണ്? ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഒബ്ജക്റ്റും ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഹിയർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ആണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ആണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെയുണ്ട്? റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, സെറ്റ് നെയിം ഉണ്ട്, സെറ്റ് റോൾ നമ്പർ ഉണ്ട്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതെന്താണ്? ഫങ്ഷണാലിറ്റി ആണ്. ഓക്കെ, ദെൻ
ഹിയർ നാൻസി. ഇപ്പൊ നാൻസി എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റ് ആണ്, ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ്. ഇപ്പൊ നാൻസിക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാം? നെയിം, റോൾ നമ്പർ, അതുപോലെ തന്നെ സെറ്റ് നെയിം, സെറ്റ് റോൾ നമ്പർ. ഓക്കെ, ഇവിടെ ഒരു സ്ട്രക്ചർ നമ്മൾ കൊടുത്തു. ബട്ട് നാൻസിയുടെ കേസിൽ എന്താ? നെയിമും റോൾ നമ്പറും സെറ്റ് നെയിമും സെറ്റ് റോൾ നമ്പറും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ ജെയിംസിന്റെ കേസിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഗോൾഡിന്റെ കേസിൽ ഡിഫറെന്റ് ആയിരിക്കും. അതായത് സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ. ആ ഒരു സ്ട്രക്ചറിൽ എന്താണ്? നെയിം ഉണ്ട്, ഐ ഡി ഉണ്ട്, ദെൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് സെറ്റ് നെയിം, ദെൻ സെറ്റ് ഐ ഡി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ക്ലാസിന്റെ കേസിൽ എടുത്താൽ ഒരു ഒബ്ജക്റ്റ് ആണ് അക്ഷയ്. അപ്പൊ അക്ഷയ്ക്ക് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്? നെയിം ഉണ്ട്, ഐ ഡി ഉണ്ട്, സെറ്റ് നെയിം ഉണ്ട്, സെറ്റ് ഐ ഡി ഉണ്ട്. ബട്ട് അക്ഷയുടെ നെയിമും ഐ ഡിയും സെറ്റ് നെയിമും സെറ്റ് ഐ ഡി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് സിജിൻ, അനദർ ഒബ്ജക്റ്റ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ അനദർ ഒബ്ജക്റ്റ് ആണ് എന്ത്? സിജിൻ. സിജിന്റെ നെയിമും ഐ ഡിയും സെറ്റ് നെയിമും സെറ്റ് ഐ ഡിയും ഒക്കെ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും വേണം, അതിന്റെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി എന്താണ്? ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതാണ് എന്ത്? സ്റ്റുഡന്റ് ക്ലാസ്. ഓക്കെ ആണോ? ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് നമ്പർ ഓഫ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഒബ്ജക്റ്റിനും എന്താണ്? അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ ആണോ? കൺസെപ്റ്റ് സ്റ്റുഡന്റും ക്ലാസും റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. അക്ഷയ്, അഭിരാമി, ആദർശ്, ആകാശ്, അക്ഷയ. എക്സാമിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ, ഒരു ക്ലാസ്സിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലെ അടുത്ത കൺസെപ്റ്റ് ആണ് എൻക്യാപ്സുലേഷൻ. നിങ്ങൾ എല്ലാവരും മെഡിസിൻ യൂസ് ചെയ്യുന്നവരല്ലേ? മെഡിസിൻ യൂസ് ചെയ്യുന്നവരല്ലേ? ഈ ടൈപ്പ് ക്യാപ്സ്യൂൾ കണ്ടിട്ടുണ്ടോ? എന്തിനാ അവിടെ ആ ഒരു കോട്ടിങ്? നോർമൽ മെഡിസിനും ആ ക്യാപ്സ്യൂളും തമ്മിൽ എന്താ ഡിഫറൻസ്? അവിടെ എന്തിനാ ഒരു എക്സ്ട്രാ ഒരു കോട്ടിങ് എന്തിനാ കൊടുക്കുന്നത്? എന്താ സിജിൻ? ഓക്കെ, അതായത് എന്താ? ഇതിന്റെ ഇൻസൈഡുള്ള മെഡിസിന് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് എന്താ ഒരു കെമിക്കൽ റിയാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലെ? ഇതിൻ്റെ ഉള്ളിലെ മെഡിസിൻ എന്താണ്? പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്ത്? ഒരു എക്സ്ട്രാ കോട്ടിങ് കൊടുക്കുന്നത്. റൈറ്റ്? അതുപോലെ തന്നെ C++ൽ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? എൻക്യാപ്സുലേഷൻ എന്ന് പറയാം. ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: the wrapping up of data and function into single unit called class is known as a encapsulation. അതായത് നിങ്ങളുടെ ഡാറ്റയെയും ഫംഗ്ഷൻ എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് എന്താണ്? റാപ്പ് ചെയ്യുന്നു. ആ സിംഗിൾ യൂണിറ്റ് എന്ത് പറയും? ക്ലാസ് എന്ന് പറയും.
ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ ഇതിവിടെ എന്തുണ്ട്, കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ദെൻ ഫങ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ എന്താണ്, ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റാപ്പ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. ഇവിടെ എന്താ, നമ്മൾ ഇൻഫർമേഷന് ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഔട്ട്സൈഡിൽ ആർക്കും ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഇവിടെ ഹൈഡ് ആണ് ചെയ്യുന്നത്. സോ ഇതിനെന്ത് പറയും, എൻകാപ്സുലേഷൻ എന്ന് പറയും. The wrapping up of a data and function into a single unit is known as a encapsulation. Okay ആണോ? The next one, data abstraction. Data abstraction. Definition ഇതാണ്. It is refers to the act of representing essential features without including the background details of explanation. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം റെപ്രസെന്റ് ചെയ്യുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്, ഹൈഡ് ചെയ്ത് വെക്കുക. ഇതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും ATM മെഷീനിലേക്ക് പോകുന്നവരാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ATM മെഷീനിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് അവിടെ നടത്താം? ക്യാഷ് വിഡ്രോവൽ, മണി ട്രാൻസ്ഫർ ആൻഡ് റിട്രീവ് മിനി സ്റ്റേറ്റ്മെന്റ്. ഒരു ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യണം, അത്രയും കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ ആ ATMന്റെ ഇൻസൈഡ് എന്തൊക്കെ ഡീറ്റെയിൽസ് നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നത് അത് നിങ്ങൾക്ക് എന്താണ് അറിയണ്ട. അതാണ് എന്ത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്ലാസ്, ഒബ്ജക്റ്റ്, ദെൻ അടുത്ത കീ ഫീച്ചർ എന്തായിരുന്നു? ക്ലാസ്, ഒബ്ജക്റ്റ്, എൻകാപ്സുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഈ നാലും ഓക്കെ അല്ലേ?